നമസ്കാരം. പ്രധാന വാർത്തകൾ. റിപ്പോർട്ടിംഗിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. മാതൃഭൂമി ന്യൂസ് പാലക്കാട് ക്യാമറമാൻ AV മുകേഷാണ് മരിച്ചത്. മലമ്പുഴ പനമരക്കാടിന് സമീപമാണ് സംഭവം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. പാലക്കാട് ജില്ലയിൽ 99.69%, മലപ്പുറത്ത് 99.79% വിജയം. ഏറ്റവും കൂടുതൽ A+കാർ മലപ്പുറം ജില്ലയിൽ. അടുത്ത വർഷം മുതൽ SSLC പരീക്ഷയിൽ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. SSLC പരീക്ഷയിൽ മികച്ച നേട്ടം സ്വന്തമാക്കി സർക്കാർ സ്കൂളുകളും. 892 സർക്കാർ സ്കൂളുകൾക്ക് 100% വിജയം. പെരിന്തൽമണ്ണ ഉപജില്ലയിൽ 4 സർക്കാർ സ്കൂളുകൾ 100% വിജയം കരസ്ഥമാക്കി. മണ്ണാർക്കാട് ബൈക്ക് ലോറികൾക്കിടയിൽപ്പെട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. പട്ടാമ്പി വിളയൂർ സ്വദേശി മുഹമ്മദ് സക്കീറാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. കൊച്ചി നഗരത്തിൽ ശുദ്ധജലം നൽകുന്നതിന് ADB വായ്പ സ്വീകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി തള്ളിക്കളയണമെന്ന് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU. ജലവിതരണം കുത്തക കമ്പനികൾക്ക് നൽകാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം. വിശദമായ വാർത്തകളിലേക്ക്. മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. പാലക്കാട് മലമ്പുഴയിലാണ് സംഭവം. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി AV മുകേഷാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ മലമ്പുഴ പനമരക്കാടിന് സമീപം ഷൂട്ടിനിടെയാണ് അപകടം. ആനക്കൂട്ടം ഇറങ്ങുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മുകേഷും സംഘങ്ങളും പോയതായിരുന്നു. ഇവരുടെ നേർക്ക് കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു. സംഘം ചിതറി ഓടുന്നതിനിടെയാണ് മുകേഷിനെ കാട്ടാന ആക്രമിച്ചത്. ആന തിരിച്ചുപോയതിനു ശേഷമുള്ള തിരച്ചിലാണ് മുകേഷ് വീണുകിടക്കുന്നതായി കണ്ടത്. ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ക്യാമറയ്ക്കൊപ്പം എഴുത്തിലൂടെയും ലേഖനങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ ആൾ കൂടിയാണ് മുകേഷ്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. വിജയശതമാനം ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിലും കുറവ് തിരുവനന്തപുരം ജില്ലയിലുമാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3-ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. 99.69% ഈ വർഷത്തെ വിജയശതമാനം. പരീക്ഷ എഴുതിയ 4,27,153 വിദ്യാർത്ഥികളിൽ 71,831 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടുകയും 4,25,563 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടുകയും ചെയ്തു. വിജയശതമാനം ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിലും കുറവ് തിരുവനന്തപുരം ജില്ലയിലുമാണ്. 892 സർക്കാർ സ്കൂളുകൾക്ക് 100% വിജയം ലഭിച്ചു. വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനം പാലാ വിദ്യാഭ്യാസ ജില്ലയ്ക്കും കുറവ് ആറ്റിങ്ങലിലുമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 0.01% കുറവാണ് ഈ വർഷത്തെ വിജയശതമാനം. ഏറ്റവും കൂടുതൽ A+ നേടിയ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ്. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണവും ഈ മാസം 28 മുതൽ സേ പരീക്ഷയും നടക്കും. പുനർമൂല്യനിർണ്ണയത്തിന് വ്യാഴാഴ്ച മുതലും +1 പ്രവേശനത്തിന് ഈ മാസം 16 മുതലും അപേക്ഷിക്കാം. ട്രയൽ അലോട്ട്മെന്റ് ഈ മാസം 29-ന് നടക്കും. അടുത്ത വർഷം മുതൽ SSLC പരീക്ഷയിൽ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിനും മിനിമം 12 മാർക്കാക്കി മാറ്റം വരുത്താനാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയശതമാനം 99.69%. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.7 എന്നായിരുന്നു. കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം 0.01% കുറവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,831. 71,831. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 71,000. കഴിഞ്ഞ വർഷത്തെ എണ്ണം 68,604 ഒന്ന് രണ്ട് മാറ്റങ്ങളുണ്ട്. പ്രവേശന മാനദണ്ഡമായിട്ടുള്ള വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ഈ WGP എന്ന് പറഞ്ഞൊരു കണക്ക് വച്ചിട്ടാണ്
തുല്യമായി വരുന്ന സാഹചര്യത്തിൽ മാർക്കുകൾ തുല്യമായി വന്ന സാഹചര്യത്തിൽ അക്കാദമിക മെറിറ്റിന് മുൻതൂക്കം കൊടുക്കും. ഓൺലൈനായി സ്വീകരിച്ച് നിർദ്ദിഷ്ട ഷെഡ്യൂൾ പ്രകാരം അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെ പ്രവേശനം സാധ്യമാക്കുന്നതാണ്. 2024-25 അധ്യയന വർഷം +1 പ്രവേശനം കുറ്റമറ്റതാക്കുന്നതിനും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനും അലോട്ട്മെൻറ്റ് പ്രക്രിയയുടെ ആരംഭത്തിൽ തന്നെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത വിധത്തിൽ SSLC പരീക്ഷയിൽ പാലക്കാട് ജില്ലയിൽ 99.69% വിജയം. 4265 കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും A+ നേടി. SSLC പരീക്ഷയിൽ പാലക്കാട് ജില്ലയിൽ 99.69% വിജയം. ആകെ പരീക്ഷ എഴുതിയ 39,661 പേരിൽ 39,539 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. പരീക്ഷ എഴുതിയ 20,020 ആൺകുട്ടികളിൽ 19,934 പേരും പരീക്ഷ എഴുതിയ 19,641 പെൺകുട്ടികളിൽ 19,605 പേരും വിജയികളായി. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ 12,484 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 12,446 പേർ വിജയിച്ചു. 99.7% വിജയം. 6,409 ആൺകുട്ടികളും 6,075 പെൺകുട്ടികളും പരീക്ഷ എഴുതിയതിൽ 6,381 ആൺകുട്ടികളും 6,065 പെൺകുട്ടികളും വിജയിച്ചു. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ 18,126 പേർ പരീക്ഷ എഴുതിയതിൽ 18,065 പേർ ഉപരിപഠന യോഗ്യത നേടി. 99.66% വിജയശതമാനം. 9,091 ആൺകുട്ടികളും 9,035 പെൺകുട്ടികളും പരീക്ഷ എഴുതി. 9,050 ആൺകുട്ടികളും 9,015 പെൺകുട്ടികളും ഉപരിപഠന യോഗ്യത നേടി. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ 9,051 പേർ പരീക്ഷ എഴുതിയതിൽ 9,028 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 99.75%. പരീക്ഷ എഴുതിയ 4,520 ആൺകുട്ടികളിൽ 4,503 പേർ വിജയിച്ചു. പരീക്ഷ എഴുതിയ 4,531 പെൺകുട്ടികളിൽ 4,525 പേരും വിജയിച്ചു. ജില്ലയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയത് 4,265 കുട്ടികളാണ്. 1,229 ആൺകുട്ടികളും 4,265 പെൺകുട്ടികളും. SSLC പരീക്ഷയിൽ സർക്കാർ സ്കൂളുകളുടെ മുന്നേറ്റം. എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളും 100% വിജയം നേടി. പെരിന്തൽമണ്ണ ഉപജില്ലയിൽ 4 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ 100% വിജയം കരസ്ഥമാക്കി. പെരിന്തൽമണ്ണ ഉപജില്ലയിലെ 10 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 5 വിദ്യാർത്ഥികൾ മാത്രമാണ് പരാജയപ്പെട്ടത്. ഈ വർഷത്തെ SSLC പരീക്ഷയിലും സർക്കാർ സ്കൂളുകൾ മികച്ച വിജയമാണ് കൈവരിച്ചത്. 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണം കൂടി. പെരിന്തൽമണ്ണ ഉപജില്ലയിലെ 4 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ 100% വിജയം കരസ്ഥമാക്കി. പെരിന്തൽമണ്ണ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആനമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആലിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളാണ് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച് 100% വിജയം നേടിയത്. എയ്ഡഡ് സ്കൂളുകളായ താഴേക്കോട് PTM HSSഉം അൺഎയ്ഡഡ് വിദ്യാലയങ്ങളായ പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളും അമ്മിനിക്കാട് ആലിയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളും 100% വിജയം കൊയ്തു. പെരിന്തൽമണ്ണ ഉപജില്ലയിൽ 100%-നോടടുത്ത് വിജയം കൈവരിച്ച വിദ്യാലയങ്ങളുമുണ്ട്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നക്കാവ് 99.76, ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂൾ തൂത 99.39, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുലാമന്തോൾ 99.8 എന്നിങ്ങനെയാണ് വിജയശതമാനം. പെരിന്തൽമണ്ണ ഉപജില്ലയിലെ 10 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 5 വിദ്യാർത്ഥികൾ മാത്രമാണ് പരാജയപ്പെട്ടത്. ഇതേസമയം സമ്പൂർണ്ണ A+കാരുടെ എണ്ണം കുറഞ്ഞു. പുലാമന്തോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കൂടുതൽ A+ നേടിയത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ SSLC പരീക്ഷയിൽ 99.7% വിജയം. ഒറ്റപ്പാലം സർക്കാർ ബദിര വിദ്യാലയവും LSN ഗേൾസ് ഹൈസ്കൂളും പതിവ് തെറ്റിക്കാതെ 100% വിജയം എന്ന നേട്ടവും കൈവരിച്ചു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ 12,484 പേർ പരീക്ഷ എഴുതിയതിൽ 12,446 പേർ വിജയിച്ചു. 6,409 ആൺകുട്ടികളും 6,075 പെൺകുട്ടികളും പരീക്ഷ എഴുതിയതിൽ 6,381 ആൺകുട്ടികളും 6,065 പെൺകുട്ടികളും വിജയിച്ചു. 99.7% വിജയം. പതിവ് തെറ്റിക്കാതെ സർക്കാർ ബദിര വിദ്യാലയവും LSN ഗേൾസ് ഹൈസ്കൂളും 100% വിജയം നേടി. ബദിര വിദ്യാലയത്തിൽ 5 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 2 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. LSN ഗേൾസ് ഹൈസ്കൂളിലെ 266 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി.
80 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളും 100% വിജയം കരസ്ഥമാക്കി. 228 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 17 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹൈസ്കൂൾ 99.99% വിജയം കരസ്ഥമാക്കി. 3 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. വാണിയംകുളം TRK ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ 536 പേരിൽ 533 പേരും വിജയിച്ചു. 73 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. നെല്ലിക്കുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ 93 പേരിൽ 91 പേരും വിജയിച്ചു. 4 പേർ ഫുൾ A+ നേടി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് മേലെ കൊടക്കാട് വാഹനാപകടം. ബൈക്ക് ലോറികൾക്കിടയിൽപ്പെട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ പട്ടാമ്പി വിളയൂർ കിളിക്കോട്ടിൽ അബുവിൻ്റെ മകൻ മുഹമ്മദ് സക്കീർ തൽക്ഷണം മരിച്ചു. 37 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 5:30 മണിയോടെയാണ് ദാരുണമായ അപകടം നടന്നത്. ബൈക്കിൽ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു സക്കീർ. അപകടത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ: മേലെ കൊടക്കാട് വെച്ച് മുമ്പിൽ പോവുകയായിരുന്ന ലോറിയുടെ ചക്രം ഊരിത്തെറിച്ചു. ഇതോടെ അതിന് പുറകിലുള്ള ലോറി സഡൻ ബ്രേക്ക് ഇട്ടു. ഈ ലോറിയിലേക്ക് സക്കീർ ചെന്നിടിച്ചു. തൊട്ടുപുറകിൽ വന്ന ലോറിയും സക്കീറിനെയും ചേർത്തിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഹെൽമറ്റുണ്ടായിട്ടും തിരിച്ചറിയാത്തവണ്ണം തലയ്ക്ക് പരിക്കേറ്റു. സംഭവം അറിഞ്ഞ് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും നന്മ കാരുണ്യ ആംബുലൻസുകളും സ്ഥലത്തെത്തിയെങ്കിലും കാര്യമുണ്ടായില്ല. ദാരുണ കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വന്ന ഞെട്ടലിലാണ് നാട്ടുകാർ. അപകടത്തെ തുടർന്ന് 15 മിനിറ്റോളം ഗതാഗതം സ്തംഭിച്ചു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വെള്ളമടിച്ചാണ് റോഡിലൊഴുകിയ രക്തക്കറ മായ്ച്ചു കളഞ്ഞത്. കൊച്ചി നഗരത്തിൽ ശുദ്ധജലം നൽകുന്നതിന് ADB വായ്പ സ്വീകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി തള്ളിക്കളയണമെന്ന് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ശുദ്ധജല വിതരണം കുത്തക കമ്പനികൾക്ക് നൽകാനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്ന് സമ്മേളനം ആരോപിച്ചു. ഫാസിസത്തിന്റെ സമഗ്രാധിപത്യത്തിലേക്ക് രാജ്യം പോകാതിരിക്കാനുള്ള ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയിലേക്ക് വരുന്നതിൽ കോൺഗ്രസ് പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CITU ജില്ലാ പ്രസിഡന്റ് PK ശശി പറഞ്ഞു. പൂർണ്ണാധിപത്യത്തിലേക്ക് സമഗ്രാധിപത്യത്തിലേക്ക് രാജ്യം പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആന്റി ഫാസിസ്റ്റ് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സുപ്രധാനമായ രാഷ്ട്രീയ നിലപാടിലേക്ക് അതിനെ എത്തിക്കുന്നതിൽ കോൺഗ്രസിന്റെ നേതൃത്വം അമ്പേ പരാജയപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ പ്രകടമായി. ജില്ലാ പ്രസിഡന്റ് K പ്രശോഭ് അധ്യക്ഷത വഹിച്ചു. TP സന്ദീപ്, C ജയേഷ്, P മോഹനൻ, K രവീന്ദ്രൻ, B മോഹൻദാസ്, V അമൃതരാജ്, OR ഷാജി, P ഉണ്ണികൃഷ്ണൻ, KS വിനോദ്, KP രാജീവ്, P മനോമോഹനൻ, KP മസൂദ്, N മണികണ്ഠൻ, K കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി K പ്രശോഭിനെയും സെക്രട്ടറിയായി K രവീന്ദ്രനെയും ട്രഷററായി B മോഹൻദാസിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കാഞ്ഞിരപ്പുഴ പാങ്ങോട് ആദിവാസി കോളനിയിൽ തെരഞ്ഞെടുപ്പ് കഴിയുവോളം സർവത്ര വെള്ളം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വെള്ളത്തിനായി നെട്ടോട്ടം. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുനരധിവസിപ്പിച്ച പാങ്ങോട് കോളനിയിലുള്ളവരാണ് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നത്. പ്രളയ ഭീഷണി നിലനിൽക്കുന്ന പാമ്പൻതോടിൽ നിന്ന് 54 കുടുംബങ്ങളെയാണ് ഇവിടെ പുനരധിവസിപ്പിച്ചത്. വെള്ളം വരവില്ല, കുളിച്ചു കഴിഞ്ഞാൽ പണ്ടും കഴിഞ്ഞ പാടില്ല. പിന്നെ എന്തോ പണ്ടാണോ അത് ഇല്ലാണ്ടാണോ വിടാണ്ടാണോന്ന് ഞങ്ങൾക്ക് അറിയില്ല. വെള്ളത്തിനായി കിണറുകൾ മാറി മാറി കുഴിച്ചെങ്കിലും വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്. 2-3 കിണറുകളിൽ കലങ്ങിയ വെള്ളമുണ്ട്. അതാണ് ഇവർ ഉപയോഗിക്കുന്നത്. കിണറുകളുടെ ആഴം കൂട്ടിയും ചെളി കോരിയും നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല.
വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുമെന്ന് തുടക്കത്തിൽ അധികൃതർ പറഞ്ഞിരുന്നതാണ്. വീടുകളുടെ ഉദ്ഘാടന ദിവസം ശുദ്ധജല വിതരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചിരുന്നു. വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വെള്ളമില്ല. കോളനിക്ക് പുറത്തുള്ള വീടുകളിലെ കിണറുകളെയും ആശ്രയിക്കുന്നുണ്ട്. സമീപത്തെ കിണറുകളിലും വെള്ളം താഴ്ന്നതോടെ അതും പ്രതിസന്ധിയിലായി. പലരും നേരത്തെ താമസിച്ചിരുന്ന പാമ്പൻതോട് മലയിലേക്ക് മടങ്ങി. മലയിലെ ചോലകളിലും വെള്ളം വറ്റിയതോടെ മലയിലേക്ക് മടങ്ങിയവരും പ്രതിസന്ധിയിലായി. മലയിലെ ചോലകളിലെ വെള്ളം ഈ വിധത്തിൽ വറ്റുന്നത് ആദ്യമാണെന്നാണ് കോളനിക്കാർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് കഴിയും വരെ ലോറിയിൽ വെള്ളം എത്തിച്ചിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ അതും നിലച്ചു. വെള്ളമില്ലെന്ന് പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുമ്പോൾ ഫണ്ടില്ലെന്നാണ് മറുപടിയെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്നും അവർ ചോദിക്കുന്നു. ഇവിടുന്നൊക്കെ പോയിട്ട് ഞങ്ങളിപ്പോൾ കഴിയുന്നത് ഒരിടത്തുനിന്ന് വെള്ളം കിട്ടണില്ല. പിന്നെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ വരണ്ടായി. അതെന്ത് പ്രശ്നമായി ഏത് പ്രശ്നം ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. ഏറ്റവും പ്രശ്നം ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയേ പറ്റും. അല്ല വേറൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക്. ഒരു ചെറിയ കുട്ടികളുള്ള കാരണം ഞങ്ങൾക്ക് വെള്ളം ഇല്ലാണ്ട് പറ്റൂല. പിന്നെ ഒരു ബക്കറ്റ് 2 ബക്കറ്റ് വെള്ളം കിട്ടിയാലും നടക്കില്ല. കുടിവെള്ളം ഞങ്ങൾക്ക് വന്നേ പറ്റുമല്ല, കിട്ടിയേ പറ്റും. അല്ലെ കിണറെങ്കിലും കുത്തി തരത്തേറ്റത്, അല്ലെ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി തരട്ടെ, അല്ലെ പൈപ്പ് കൂടെയെങ്കിലും വെള്ളം മുട്ടി തരട്ടെ. കരിമ്പുഴ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം എന്ന തലക്കെട്ടിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിലും പത്രങ്ങളിലും വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ പഞ്ചായത്ത് വെള്ളം എത്തിച്ചു നൽകുന്നുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. നിലവിൽ ജൽജീവൻ മിഷൻ സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് 16,50,00,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ എവിടെയും 120 HP മോട്ടോർ സ്ഥാപിക്കാനോ ട്രാൻസ്ഫോമർ വയ്ക്കാനോ ഉള്ള എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നപരിഹാരത്തിനായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജൽജീവൻ മിഷൻ ഉദ്യോഗസ്ഥരും കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും കൂടി ചർച്ച ചെയ്യുകയും ജൽജീവൻ മിഷനിലേക്ക് ഒരു റിവേഴ്സ് റെസിപ്റ്റ് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജൽജീവൻ മിഷൻ ഇപ്പോൾ 120 HP മോട്ടോർ സ്ഥാപിക്കാനും ട്രാൻസ്ഫോമർ മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടിയും 1,24,00,000 രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. നിലവിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പഞ്ചായത്ത് 3 വാഹനങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ആവശ്യക്കാർക്ക് യഥേഷ്ടം വെള്ളം എത്തിച്ചു നൽകുന്നുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. ജലജീവൻ മിഷന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുഴുവൻ കുടിവെള്ള പദ്ധതി എത്തിക്കുന്നതിനു വേണ്ടി എടുത്ത എസ്റ്റിമേറ്റ് പ്രകാരം ഉള്ള മുഴുവൻ വർക്കുകളും പൈപ്പ് ലൈൻ കണക്ഷനുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്നാൽ അതിന് പാസ്സായത് 16,90,00,000 രൂപയാണ്. അതിലൊരിടത്തും തന്നെ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്ത് പുതിയ മോട്ടോർ 120 HP മോട്ടോർ വെക്കണം എന്ന് എവിടെയും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ നിലവിലുള്ള മോട്ടോർ ഉപയോഗിച്ച് ഇത്രയും ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് അപ്രാപ്യമാണ് എന്നുള്ളതുകൊണ്ട്, അപ്രായോഗികമാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് അധികൃതർ ജലജീവൻ മിഷന്റെ ആളുകളെയും കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങളെല്ലാവരും ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് റിവേഴ്സ് എസ്റ്റിമേറ്റിന് ഞങ്ങളത് കൊടുത്തു. അതിൽ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യാനും 120 HP മോട്ടോർ ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ അതിൽ പണം കണ്ടെത്തുകയും ബാക്കി പഞ്ചായത്തിൽ കൊടുക്കാനുള്ള കുടിവെള്ള പദ്ധതി കണക്ഷനുകൾ കൊടുക്കാനുള്ള ആവശ്യമായ പൈപ്പുകൾ GI പൈപ്പും PVC പൈപ്പും എല്ലാം ആവശ്യപ്പെട്ട് ഞങ്ങളൊരു റിവേഴ്സ് എസ്റ്റിമേറ്റ് കൊടുത്തു. അതിന്റെ ഫലമായി 1,24,00,000 രൂപ നമുക്കിപ്പോൾ പാസ്സാക്കി തന്നിട്ടുണ്ട്. ഉടനെ അതിന്റെ പണി പ്രവർത്തനങ്ങൾ തുടങ്ങും. തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉള്ളത് കൊണ്ടും അത് നമുക്ക് ഉടനെ തുടങ്ങാൻ കഴിയില്ല. 4-ാം തീയതിക്ക് ശേഷം എത്രയും പെട്ടെന്ന് പുതിയ കണക്ഷനുകൾ കൊടുക്കും, ഗ്യാപ്പ് വർക്കുകൾ ഫില്ല് ചെയ്ത് കൊടുക്കും, അതുപോലെ തന്നെ ഇന്റർലിങ്ക് കണക്ഷനും ചെയ്തു കൊടുക്കും. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് 3 വാഹനങ്ങളിൽ കുടിവെള്ളം പൈപ്പുകൾ എത്താത്ത സ്ഥലങ്ങളിലേക്ക് ആവശ്യമുള്ള മുഴുവൻ വീട്ടുകാർക്കും ഞങ്ങൾ 3 വാഹനങ്ങൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില ഉള്ളേരിയകളിൽ ഇപ്പോഴും വെള്ളം ലഭ്യമല്ല എന്ന് പറയുന്നുണ്ട്. അതിന് ചെറിയ വാഹനം ഉപയോഗിച്ച് അവിടെയും വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉടനെ ഏർപ്പെടുത്തും. എടത്തനാട്ടുകര ഗ്രാമപഞ്ചായത്ത് വേണമെന്ന നാടിൻ്റെ ആവശ്യത്തിന് നടപടി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ സംഗമം നടത്തി. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 70-അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് എടത്തനാട്ടുകര ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ ലക്ഷ്യം നടപ്പാക്കാനുള്ള ആദ്യപടിയായാണ് പ്രദേശത്തുകാർ ചേർന്ന് ജനകീയ സംഗമം സംഘടിപ്പിച്ചത്. വട്ടമണ്ണപ്പുറം സ്റ്റാർലിംഗ് സ്റ്റേഡിയത്തിൽ ചേർന്ന സംഗമത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 70-അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. ശനിയാഴ്ച ചേരുന്ന യോഗത്തിൽ ഭാരവാഹികളെ തീരുമാനിക്കും.
മുൻ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഹംസപ്പ അധ്യക്ഷനായി. പൂതാനി നസീർ ബാബു, P രഞ്ജിത്ത്, M സിബഗത്തുള്ള, P അഹമ്മദ് സുബൈർ, MPA ബക്കർ, അലി മടത്തൊടി, M ജയകൃഷ്ണൻ, A സത്യനാഥൻ, ഇബ്നു അലി, P അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. 2023-2024 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ബജറ്റ് വിഹിതം ലഭിച്ചതുമില്ല. ട്രഷറിയിൽ നിന്നും ബില്ലുകൾ പാസ്സാകാതെ തിരികെ നൽകുകയും ചെയ്തു. ഇത് കാരണം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് 6 കോടി രൂപയാണ് നഷ്ടമായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചുമതലയുള്ള ഷബീർ കറുമുക്കിലിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. അങ്ങാടിപ്പുറം പഞ്ചായത്തിന് സംസ്ഥാന ബജറ്റ് വിഹിതമായി 4,68,67,000 രൂപയാണ് കിട്ടേണ്ടത്. 1,68,00,000 രൂപയുടെ ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകൾ പാസാക്കാതെ മടക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 6 കോടിയോളം രൂപയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് നഷ്ടമായത്. ഇതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ പെരിന്തൽമണ്ണ സബ് ട്രഷറി ഓഫീസിന് മുന്നിൽ പ്രതീകാത്മകമായി ബില്ലുകൾ ശവപ്പെട്ടിയിൽ കത്തിച്ചു പ്രതിഷേധിച്ചിരുന്നു. ഫണ്ട് അനുവദിക്കാത്തത് വിവിധ പദ്ധതികൾ മുടങ്ങുന്നതിന് കാരണമാകും. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് ലഭ്യമാക്കുന്നതിന് അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതലയുള്ള ഷബീർ കറുമുക്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ 6 കോടിയുടെ നഷ്ടം നമ്മുടെ സംസ്ഥാന സർക്കാർ ബജറ്റിൽ നമുക്ക് അനുവദിച്ച, പഞ്ചായത്തിന് അനുവദിച്ച 4.5 കോടിയും 1,68,00,000 രൂപ പഞ്ചായത്ത് ഇവിടുത്തെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത് ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലിൻ്റെ 1,68,00,000 രൂപയാണ് നഷ്ടമായിട്ടുള്ളത്. ഇതുമൂലം പഞ്ചായത്തിന് ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് വരും വർഷങ്ങളിൽ അത് ബാധിക്കും. ഇവിടുത്തെ കുടിവെള്ള പദ്ധതികളായിക്കോട്ടെ, ലൈഫ് മിഷൻ പദ്ധതികളായിക്കോട്ടെ, അതല്ലെങ്കിൽ റോഡ് ഗതാഗതം, ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം റോഡുകൾ നാശമായിട്ടുണ്ട്. അത് ശരിയാകാനുള്ള നടപടിയൊക്കെ ഇതുമൂലം ബാധിക്കും. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, പെൻഷൻ, അതുപോലെ തന്നെ SC വിദ്യാർത്ഥികൾക്കുള്ള പെൻഷൻ അടക്കമുള്ള വലിയ പദ്ധതികൾക്ക്, അംഗനവാടി കുട്ടികൾക്കുള്ള പോഷകാഹാരം അടക്കമുള്ള വലിയ പദ്ധതികൾക്ക് ഇത് കാരണം ഇത് വിഷയം ബാധിക്കും. ഇതിന് മുമ്പ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ട്രഷറിയുടെ മുന്നിൽ നമുക്ക് തിരികെ ലഭിച്ച ബില്ലിൻ്റെ കോപ്പി ശവപ്പെട്ടിയിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രതിഷേധം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അവർക്ക് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരും ദിവസങ്ങളിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് ഭരണസമിതി അംഗങ്ങൾ ഇതിന്റെ പ്രതിഷേധം അറിയിക്കും. തുടർന്നും നടപടി ഉചിതമായിട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നതാണ്. ഈ തുകകൾ ലഭ്യമായിട്ടില്ലെങ്കിൽ പഞ്ചായത്തിൽ നടത്തേണ്ട വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്നും വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാവണമെന്നും നിവേദനത്തിൽ മന്ത്രി ധരിപ്പിച്ചു. പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും യാത്രക്കാരും വ്യാപാരികളും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനും ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P കുഞ്ഞാവു ഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ 54ാമത് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. നഗരസഭയുടെ ഇൻഡോർ മാർക്കറ്റ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യുന്നത് ഒഴിവാക്കുക, ഗുഡ്സ് വാഹനങ്ങളിലുള്ള വഴിയോര കച്ചവടം നിർത്തലാക്കുക, ഓൺലൈൻ വ്യാപാരങ്ങൾക്ക് പ്രത്യേകം നികുതി ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും യോഗം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. വ്യാപാര ഭവനിൽ ചേർന്ന പൊതുയോഗത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P കുഞ്ഞാവു ഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു. പല പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളും ഈ കാലഘട്ടത്തിനിടയിൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേപോലത്തെ വലിയ വ്യത്യാസം ഓഫീസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വില്ലേജ് കാർഡ്, അതല്ലാതെ തന്നെ പല കാര്യങ്ങളും വളരെ സജീവമായി തന്നെ ചെയ്ത ഒരു യൂണിറ്റ് കൂടിയാണ്. ജില്ലാ സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ്, KT മൊയ്തുട്ടിമാൻ ഹാജി, എയർബാദ് അസീസ്, CP മുഹമ്മദ് ഇക്ബാൽ, അബ്ദുൾ ലത്തീഫ് ടാലന്റ്, ചമയം ബാപ്പു, ഷാലിമാർ ഷൗക്കത്ത്, യൂസഫ് രാംപുരം, മനോജ് മേലാറ്റൂർ, ലിയ കത്തലിക്കാൻ,
വാര്യർ എസ്ദാസ്, പി സെയ്തലവി, KP ഉമ്മർ, ഗഫൂർ വള്ളൂർ, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ, ഒമർ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PTS മൂസു പ്രസിഡന്റ്, CP മുഹമ്മദ് ഇക്ബാൽ ജനറൽ സെക്രട്ടറി, ടാലന്റ് അബ്ദുൽ ലത്തീഫിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും നടന്നു. കോടതിപ്പടി MP ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ 10 വർഷക്കാലം കലുഷിതമായ ചുറ്റുപാടിലാണ് സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നത്. അക്കാലത്തും കേരളത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ യൂണിറ്റായിരുന്നു മണ്ണാർക്കാടെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. ജില്ലയെ സംബന്ധിച്ച് മണ്ണാർക്കാടിനെ പരിശോധിക്കുമ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഏറ്റവും വലിയ കലുഷിതമായ സംഘടനാ സംവിധാനം നിലനിന്ന കാലമാണ്. ഏറ്റവും വലിയ സംഘടനാപരമായ അനിശ്ചിതത്വം നിലനിന്ന ഒരു കാലം. ആ കാലത്ത് പാലക്കാട് ജില്ലയിലെ സംഘടനാ സംവിധാനത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനമായി ഇന്ന് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഗണ്യമായ പങ്ക് വഹിച്ചതും നേതൃത്വം കൊടുത്തതും മണ്ണാർക്കാട് യൂണിറ്റിന്റെ നേതാക്കളായിരുന്നു എന്നതും വളരെയേറെ അഭിമാനത്തോടുകൂടിയ ഞങ്ങളിവിടെ പറയും. യൂണിറ്റ് പ്രസിഡന്റ് ബാസിദ് മുസ്ലിം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറിമാരായ സേനുൽ ആബിദ്, സജി ജനത, ഷമീർ VKH, ഷമീർ CA എന്നിവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് തിരഞ്ഞെടുപ്പ് വരണാധികാരിയായി, പുതിയ ഭാരവാഹികളായി രമേശ് പൂർണിമയെ പ്രസിഡന്റായും സജി ജനതയെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ യൂണിയൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ, ട്രഷറർ ജോൺസൺ, NR സുരേഷ്, TK രാമകൃഷ്ണൻ, KV ഷംസുദ്ദീൻ, ഡേവിസ്, സന്ധ്യ, മീനാക്ഷി, ബീന തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെർപ്പളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം സ്ഥാപക ചെയർമാനായിരുന്ന PV ഹംസയെ അനുസ്മരിച്ചു. നന്മ വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മൊഴിക്കുന്നത്ത് ദാമോദരൻ നമ്പൂതിരി, AK രാജഗോപാലൻ, മുഹമ്മദ് അലി മാട്ടറ, അഷ്റഫ് മാട്ടറ, സുമയ്യ അഷ്റഫ്, KM ഇസാഖ്, VP ഹുസൈൻ, AM ബഷീർ, ബിജുമോൻ പന്തീരുകുലം, സത്യൻ, P മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. പിന്നെ അദ്ദേഹത്തെ അത്ര ഒരു മികച്ച ചെർപ്പശ്ശേരിയിൽ അറിയപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ആഗ്രഹം. നന്മ അദ്ദേഹത്തിന്റെ സ്വപ്നം തന്നെയാണ്. നമ്മൾ ഇത്തരത്തിൽ വാർഷികം ആഘോഷിക്കുമ്പോൾ, അത് ആചരിക്കുമ്പോൾ അത് വേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. മറ്റൊരു ഇടവേള കൂടി. വാർത്തകളിലേക്ക്. 1.5 മാസം പിന്നിട്ട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ അരിയൂർ തെക്കുമുറി വായനശാലയുടെ സൗജന്യ കുടിവെള്ള വിതരണം. കടുത്ത വേനലിൽ 36,000-ലധികം പേരുടെ ദാഹമകറ്റിക്കൊണ്ടാണ് കുടിവെള്ള വിതരണം മുന്നോട്ട് പോകുന്നത്. കടുത്ത വേനലിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്കായി അരിയൂർ തെക്കുമുറി വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൗജന്യ കുടിവെള്ള വിതരണമാണ് 1.5 മാസം പിന്നിട്ടത്. ചൂട് കനത്തതോടെ 48 ദിവസത്തിനുള്ളിൽ 36,000-ലധികം പേരാണ് ദാഹമകറ്റിയത്. പ്രതിദിനം 750 മുതൽ 850 പേരാണ് തണ്ണീർപന്തലിൽ എത്തി ദാഹം തീർക്കുന്നത്. മാതൃകാപരമായ പ്രവൃത്തിയാണ് വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വലിയൊരു കാര്യമല്ലേ, നല്ലൊരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് പങ്കാളിയായിട്ട് കഴിച്ച് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും ഇതിലിപ്പോൾ പങ്കാളികളാവാൻ ഇതുപോലെയുള്ള കാര്യം ചെയ്യുക നല്ല കാര്യമാണ്. 500 മുകളിലുള്ള ആൾക്കാർ ഇവിടെ കുടിച്ചു പോകും. നമ്മൾ സ്ഥിരം കാണാൻ നല്ലൊരു പരിപാടിയാണത്. സംഭാരം, നാരങ്ങവെള്ളം, തണ്ണിമത്തൻ എന്നിങ്ങനെയാണ് തണ്ണീർപന്തലിൽ ദാഹമകറ്റാനായി വിതരണം ചെയ്യുന്നത്. തുടർച്ചയായ 5ാം വർഷമാണ് വായനശാല സൗജന്യ കുടിവെള്ള വിതരണം നടത്തുന്നത്. നല്ലവരായ നാട്ടുകാരുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെയാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്. ചൂടിന്റെ കാഠിന്യം ഏറിയതോടെ നിരവധി പേരാണ് ദാഹം അകറ്റുന്നതിനായി എത്തുന്നതെന്ന് വായനശാല സെക്രട്ടറി TP പ്രദീപ് പറഞ്ഞു. വായനശാല നടത്തുന്ന കുടിവെള്ള വിതരണം
48 ദിവസം പിന്നിടുകയാണ്. ഏകദേശം ഒരു ദിവസം 750-850 പേരാണ് ഒരു ദിവസം ദാഹം തീർക്കാനായി തണ്ണീർപ്പന്തൽ എത്തുന്നത്. നാരങ്ങ വെള്ളം, സംഭാരം, അതുപോലെ തന്നെ തണ്ണിമത്തൻ എന്നിങ്ങനെ മാറി മാറിയാണ് ഒരു ദിവസം വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 48 ദിവസമായി ഏകദേശം 36,000-ലധികം ആളുകൾ ഈ സേവനം ഉപയോഗപ്പെടുത്തി. നല്ലവരായ ആളുകളിൽ നിന്നുള്ള സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് വായനശാല പ്രവർത്തകർ ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. വേനൽ കഴിയുന്നതുവരെ ഈ പ്രവർത്തനം തുടരണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ വർഷം 54 ദിവസമാണ് കുടിവെള്ള വിതരണം നടത്തിയത്. ഇത്തവണയും വേനൽ ശമിക്കും വരെ സൗജന്യമായി കുടിവെള്ള വിതരണം ചെയ്യാനാണ് വായനശാലയുടെ തീരുമാനം. കടമ്പളിപ്പുറം കൊല്ലിയാനി ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവത്തിന് തുടക്കമായി മെയ് 13 വരെയാണ് പരിപാടികൾ. ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കുന്നത്. താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ, സഹസ്രനാമപാരായണം, ചുറ്റുവിളക്ക്, രാത്രി പ്രസാദഊട്ട് എന്നിവ നടക്കും. 13-ന് പ്രതിഷ്ഠാദിനത്തിൽ ഗണപതി ഹോമം, 25-ന് കുടം കലശപൂജ, 11 മണിക്ക് പിറന്നാൾ സദ്യ എന്നിവ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് 7:30-ന് കലാമണ്ഡലം ഈശ്വരനുണ്ണിയും സംഘവും അവതരിപ്പിച്ച ചാക്യാർകൂത്ത്, 8:30-ന് ദുർഗാ മാതൃസമിതി അവതരിപ്പിച്ച തിരുവാതിരക്കളി എന്നിവ ക്ഷേത്രത്തിൽ നടന്നു. എയർവേസ് ട്രാവൽസ് ആൻഡ് ഹജ്ജ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഹജ്ജ് ഉംറ ഓറിയന്റേഷൻ ക്യാമ്പ് ചെർപ്പളശ്ശേരിയിൽ വെച്ച് നടന്നു. പി കെ ഇമ്പിച്ചിക്കോയ തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തോളമായി ഹജ്ജ് ഉംറ സർവീസ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന എയർവേസ് ട്രാവൽസ് ആൻഡ് ഹജ്ജ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഹജ്ജ് ഉംറ ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇത്തവണയും എയർവേസ് ഗ്രൂപ്പിന് കീഴിൽ 50 പേർക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ സൗദി ഗവൺമെന്റ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന എയർവേസ് ഗ്രൂപ്പിന്റെ ഈ വർഷത്തെ ഹജ്ജ് ഉംറ ഓറിയന്റേഷൻ ക്യാമ്പാണ് ചെർപ്പളശ്ശേരി മടത്തിപ്പറമ്പ് അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. പി കെ ഇമ്പിച്ചിക്കോയ തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പം മുതൽക്കേ നമ്മളെ പരിപാലിക്കുകയും പോറ്റി വളർത്തുന്ന മാതാപിതാക്കൾ അവരുടെ മുൻഗാമികളായി കടന്നുപോയ നമ്മുടെ വല്യമ്മമാരാണ്. അവരൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യം പലതും നടക്കാതെ പോയിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ ഹജ്ജിന് പോകാന്ന് പറഞ്ഞാൽ വളരെ സാഹസപ്പെട്ട ഏർപ്പാടാണ്. യാത്രാ സൗകര്യങ്ങളില്ല, സാമ്പത്തികമായ അവശത പല ഭാഗത്തും അലട്ടും. അങ്ങനെയൊക്കെയുള്ള നിർണായകമായ ഘട്ടത്തിൽ പോലും അവർ മനസ്സുകൊണ്ടൊക്കെ മക്കയും അതിലും കണ്ടുവരാൻ, ശാരീരികമായി അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് വല്ലാതെ മനസ്സിൽ ലാളിച്ച് കൊന്നു നടന്ന ആൾക്കാരാണ് പൂർവികരൊക്കെ. തുടർന്ന് എയർവേസ് ഗ്രൂപ്പ് ചീഫ് അമീർ മഹ്മൂൻ ഹുദവി വണ്ടൂർ നയിച്ച ക്ലാസും നടന്നു. ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ യാത്രയുടെ ഹജ്ജിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ മുന്നൊരുക്കം എന്ന രൂപത്തിൽ നാം ചെയ്തു തീർക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുമാണ്. ഖൈറിനെ തേടുന്ന 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഹജ്ജ് ചെയ്ത് മുൻപരിചയമുള്ള ആളുകളോടും പണ്ഡിതന്മാരോടും തലമുതിർന്ന ആളുകളോടുമൊക്കെ മുഷാവറ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് സംസാരിച്ചു. എയർവേസ് ഗ്രൂപ്പ് ഡയറക്ടർ മുസ്തഫ കമാൽ ഹാജി അധ്യക്ഷത വഹിച്ചു. AP അഹമ്മദ് സ്വാലിഹ് മാസ്റ്റർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം ഹസൻ മുഹമ്മദ് ഹാജി, അഷ്റഫ് ഫൈസി കള്ളിക്കാട്, മുഹമ്മദ് അലി ഹാജി, സാദിഖ് ഹാജി, മുഹമ്മദ് റഫീഖ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹജ്ജ് ഉംറ സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഏവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് എയർവേസ് ഗ്രൂപ്പ് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഇന്ത്യ സൗദി ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എയർവേസ് ട്രാവൽസ്. അപ്പോൾ അതിലേക്ക് സഹകരിച്ച ഈ യാത്ര ഉടനീളം ഉംറയും ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് സഹകരിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് യാത്രക്കാരെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം. അതിന് സർവശക്തനായ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. സ്കൂൾ അധ്യയന വർഷാരംഭം വർണ്ണാഭമാക്കാൻ ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്കും ബാങ്കിന്റെ സ്കൂൾ ബസാർ ഹെഡ് ഓഫീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു.
മികച്ച വിലക്കുറവിലാണ് ഇത്തവണയും ബാങ്കിന്റെ കീഴിൽ സ്കൂൾ ബസാർ ഒരുക്കിയിട്ടുള്ളത്. വേനലവധി അവസാനിക്കാറായതോടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. പുത്തൻ ബാഗുകളും പുസ്തകങ്ങളും കുടകളും തേടിയെത്തുന്നവർക്ക് വലിയ ആശ്വാസമേകിക്കൊണ്ടാണ് ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെ ബാഗുകളും കുടകളും നോട്ട് പുസ്തകങ്ങളുമെല്ലാം വലിയ വിലക്കുറവിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ പേന, പെൻസിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, വാട്ടർ ബോട്ടിലുകൾ തുടങ്ങിയ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസിന്റെ വിപുലമായ ശേഖരവും വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ്. ബുധനാഴ്ച രാവിലെ ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഇ രാജൻ സ്കൂൾ ബസാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടും ഈ സഹകരണ പ്രസ്ഥാനം ഈ തരത്തിലുള്ള ചെറുതെന്ന് തോന്നുമെങ്കിലും സാധാരണക്കാരനെ വലിയ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി നമ്മുടെ സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സൗമ്യ, കെ നന്ദകുമാർ, മറ്റ് ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ബിൽഡിംഗിലാണ് സ്കൂൾ ബസാർ പ്രവർത്തിക്കുന്നത്. അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വളരെ നല്ല രീതിയിലാണ് ഈ പ്രാവശ്യത്തെ സ്കൂൾ ബസാർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. ചെറുപ്പശ്ശേരിയിൽ മറ്റ് ഏതൊരു സ്വകാര്യ കടയെ അപേക്ഷിച്ചും കുട്ടികൾക്ക് നോട്ട്ബുക്കായാലും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കാവശ്യമായ പൂപ്പിക്കുട, അതുപോലെ മറ്റു തരത്തിലുള്ള എല്ലാ ബ്രാൻഡഡ് പുസ്തകങ്ങളും ഇവിടെ നല്ല മിതമായ നിരക്കിൽ ലഭ്യമാവുന്ന ഒരു അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിപ്പോർട്ടിംഗിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. മാതൃഭൂമി ന്യൂസ് പാലക്കാട് ക്യാമറമാൻ AV മുകേഷാണ് മരിച്ചത്. മലമ്പുഴ പനമരക്കാടിന് സമീപമാണ് സംഭവം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. പാലക്കാട് ജില്ലയിൽ 99.69%, മലപ്പുറത്ത് 99.79% വിജയം. ഏറ്റവും കൂടുതൽ A+കാർ മലപ്പുറം ജില്ലയിൽ. അടുത്ത വർഷം മുതൽ SSLC പരീക്ഷയിൽ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. SSLC പരീക്ഷയിൽ മികച്ച നേട്ടം സ്വന്തമാക്കി സർക്കാർ സ്കൂളുകളും. 892 സർക്കാർ സ്കൂളുകൾക്ക് 100% വിജയം. പെരിന്തൽമണ്ണ ഉപജില്ലയിൽ 4 സർക്കാർ സ്കൂളുകൾ 100% വിജയം കരസ്ഥമാക്കി. മണ്ണാർക്കാട് ബൈക്ക് ലോറികൾക്കിടയിൽപ്പെട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. പട്ടാമ്പി വിളയൂർ സ്വദേശി മുഹമ്മദ് സക്കീറാണ് മരിച്ചത്. 37 വയസ്സായി. കൊച്ചി നഗരത്തിൽ ശുദ്ധജലം നൽകുന്നതിന് ADB വായ്പ സ്വീകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി തള്ളിക്കളയണമെന്ന് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU. ജലവിതരണം കുത്തക കമ്പനികൾക്ക് നൽകാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.